നമസ്കാരം. ആത്മീയതയുടെയും മാനവിക ഐക്യത്തിന്റെയും ചൈതന്യം ആലങ്ങാടിന്റെ മണ്ണിൽ വിതറിക്കൊണ്ട് 5 പതിറ്റാണ്ടുകൾ പൂർത്തിയാക്കുന്ന കുന്നേൽ ഉണ്ണിമിശ്ര ദേവാലയത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഈ പുണ്യഭൂമിയുടെ വളർച്ചയെപ്പറ്റി പറയുവാൻ എനിക്കേറെ അഭിമാനമുണ്ട്. കുന്നേൽ പള്ളിയുടെ ചരിത്രം വെറും 5 പതിറ്റാണ്ടുകളുടെ ചരിത്രമല്ല, മറിച്ച് അത് നൂറ്റാണ്ടുകളുടെ ചരിത്രമാണ്. 1571 കുന്നിൻ മുകളിൽ ഉയർത്തപ്പെട്ട ഒരു മരക്കുരിശിൽ നിന്ന് ആണ് നമ്മുടെ വിശ്വാസത്തിന്റെ യാത്ര ആരംഭിക്കുന്നത്. 1599 മഹായുദ്ധകാലത്ത് പറവൂർ സൈന്യം അങ്ങാടികൾക്ക് തീയിട്ടപ്പോൾ യാതൊരു പോറലും ഏൽക്കാതെ നിന്ന ഈ അത്ഭുത കുരിശ് നമ്മുടെ വിശ്വാസത്തിന്റെ അടിത്തറയായി മാറി. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ കുന്നിൻ മുകളിൽ നിന്നും കണ്ടെടുക്കപ്പെട്ട അത്ഭുത ഉണ്ണീശോയുടെ രൂപം ഈ പ്രദേശത്തിന്റെ 2ാം ജന്മമായി മാറി. ഈ അത്ഭുതങ്ങളാണ് കുന്നേൽ പള്ളിയെ ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റിയത്. ആലങ്ങാട് സെന്റ് മേരീസ് പള്ളിയിലെ കുരിശുപള്ളിയായിരുന്ന കുന്നേൽ ഇന്ന് കാണുന്ന വികാസത്തിലേക്ക് എത്തിയത് ഇടവക ജനങ്ങളുടെ കൂട്ടായ പ്രയത്നവും പ്രാർത്ഥനയും മൂലമാണ്. 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ കപ്പേള വിസ്തൃതി വർദ്ധിപ്പിക്കാൻ അനുമതി ലഭിച്ചത് മുതൽ 1976 മാർച്ച് 9-ാം തീയതി ഒരു സ്വതന്ത്ര ഇടവകയായി പ്രഖ്യാപിച്ചതുവരെ കുന്നേൽ പള്ളിയിലെ ഇടവക ജനങ്ങളുടെ പരിശ്രമം നീണ്ടുനിന്നു. അതോടെ ഈ പ്രദേശത്തെ ഏറ്റവും വലിയ ആത്മീയ കേന്ദ്രമായ കുന്നേൽ പള്ളി ഒരു മഹാ തീർത്ഥാടന കേന്ദ്രത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുകയായി. 50 സംവത്സരങ്ങളുടെ ഭൗതികവും ആത്മീയവുമായ വികാസം, ഇവിടുത്തെ ജനങ്ങളുടെ കൂട്ടായ പരിശ്രമം, സ്നേഹം, ഐക്യം എന്നിവ വിളിച്ചോതുന്നു. CSN മഠത്തിന്റെ സ്ഥാപനവും രൂപപുരയും വിശ്വാസ പരിശീലനത്തിനായി പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയത് തുടങ്ങി ഇന്നെത്തിയിരിക്കുന്ന പുതിയ പള്ളിയുടെ നിർമ്മാണവും വരെ ഇടവക ജനങ്ങളുടെ സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും പ്രതീകമാണ്. കെട്ടിടങ്ങൾക്കപ്പുറം വിശ്വാസ സമൂഹം വളർന്നു എന്നതാണ് ഏറ്റവും വലിയ നേട്ടം. പ്രിയപ്പെട്ടവരെ, ഈ സുവർണ ജൂബിലി ആഘോഷം വെറും ആഘോഷമല്ല, മറിച്ച് ഇടവക ജനങ്ങളുടെ നന്ദി പ്രകാശനമാണ്. ദൈവം നൽകിയിട്ടുള്ള കൃപകൾക്ക് നമുക്ക് നന്ദി പറയാൻ സാധിക്കട്ടെ. കുന്നേൽ പള്ളിയിൽ നിന്നും ലോക പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രത്തിലേക്കുള്ള വളർച്ച ഇവിടുത്തെ ജനങ്ങളുടെയും തീർത്ഥാടകരുടെയും വിശ്വാസവും സ്നേഹവും ഐക്യവും വിളിച്ചോതുന്നു. ഈ പാരമ്പര്യം വരും തലമുറയ്ക്ക് കൈമാറുവാൻ നമുക്ക് പ്രയത്നിക്കാം. നന്ദി, നമസ്കാരം.